എല്ലാവർക്കും നമസ്കാരം. ലിബിയാണ്. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള 2 റെസിപ്പിയാണ്. ഒരു മിൽക്ക് ഷേക്കും ഒരു പക്കവടയാണ്. അതിന് മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പികൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതൊന്ന് അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ നീരൊക്കെ എടുത്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഞാൻ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കപ്പയുടെ നാരൊന്നും എടുക്കല്ല്. വളരെ ചെറിയ കഷ്ണം മതി. നമുക്ക് ഒരു 3-4 ഗ്ലാസ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിതൊന്ന് ആദ്യം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. ഇത് കപ്പ ഞാൻ ചെറിയ കഷ്ണം കപ്പ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം എല്ലാം കളയണം. എന്നിട്ട് വേവിച്ചെടുക്കണം. ആദ്യം പിഴിഞ്ഞെടുക്കണം. ഇത് കണ്ടല്ലോ, ഇങ്ങനെ കയ്യിൽ തന്നെ എടുക്കുക. കൈ കൊണ്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടതൊന്ന് സ്ക്യൂസ് ചെയ്താൽ മതി. കണ്ടല്ലോ ഇങ്ങനെ എടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയും കൂടെ അതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അതിൻ്റെ നീരെല്ലാം കളഞ്ഞ് നല്ലതാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഞാൻ ഇതുകൊണ്ട് മിൽക്ക് ഷേക്കും ഉണ്ടാക്കുന്നുണ്ട്, ഒരു സ്നാക്കും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പകുതി എടുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. 3 ടേബിൾ സ്പൂൺ ഉണ്ട് കപ്പ ഗ്രേറ്റ് ചെയ്തത്. ഇത് ഞാനൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ച് പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഗ്രേറ്റ് ചെയ്ത കപ്പ ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ മധുരം ചേർക്കുക. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മധുരം ചേർക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഗ്ലാസ് പാല് ചേർക്കുക. വളരെ കുറച്ച് പാല് മതി. 1/2 ഗ്ലാസ് പാല് തന്നെ വേണമെന്നൊന്നുമില്ല. അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അത് ചേർത്തിട്ടുണ്ട്. നമുക്കിനി 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കാം. പിന്നെ ഇത് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിൽ വേകാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഒരുപാട് പാൽ ചേർക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ എക്സ്ട്രാ പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേവിക്കുമ്പോൾ കുറച്ച് പാൽ ചേർത്ത് വേവിച്ചു. നമ്മുടെ ഇപ്പം കപ്പ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇതൊക്കെ വെന്ത് റെഡിയായിട്ടുണ്ടോ നോക്കാം. കണ്ടോ, നല്ല വെന്തിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വേവിച്ച കപ്പ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് വേണേൽ നമുക്ക് ഇതിനകത്ത് കണ്ടോ, ഈ കപ്പയുടെ തരി കിടക്കുന്നുണ്ട്. ഇത് വേണേൽ നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് തരി ഇല്ലാതെ വേണേൽ അടിച്ചെടുക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ അടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അടിയും. പക്ഷേ നമുക്ക് ഇച്ചിരി ഒരു തരിയും കിട്ടും ജ്യൂസ് അടിക്കുമ്പോൾ. ഞാനിങ്ങനെ ഒരു ഐസ് ട്രേ എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ചെയ്യുന്നത് ഇതുപോലെ ഒരു ഐസ് ട്രേക്കകത്തോട്ട് ഇതേപോലെ കുറച്ച് ഒഴിച്ചൊഴിച്ച് ഇതങ്ങ് ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പം നമുക്ക് എടുത്തിട്ട് ജ്യൂസോ മിൽക്ക് ഷേക്കോ ഒക്കെ അടിച്ചെടുക്കാം. അതുകൊണ്ട് ഐസ് ട്രേ എല്ലാം ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ച നമ്മുടെ കപ്പയുടെ മിക്സാണിത്. ഇതിനായിട്ട് നമുക്ക് മിൽക്ക് ഷേക്കായിട്ട് അടിച്ചെടുക്കാം. ആവശ്യം നമ്മുടെ കപ്പ ഫ്രീസ് ചെയ്തത് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നോർമലി തന്നെ മിൽക്ക് ഷേക്ക് അടിക്കുക, ഒരു കുഴപ്പമില്ല. ഞാൻ പിന്നെ 3-4 ബദാം എടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലിട്ട് ഓരോന്ന് ചേർത്തിട്ട് അടിച്ചെടുക്കാം. ഐസ് ക്യൂബ്സ്, ഞാൻ ബദാം ഒരു 1/4 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി, ഞാനൊരു 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ചുകൂടെ ഒരു ടേസ്റ്റിയാണ്. അല്ലാതെ തന്നെ നമ്മൾ ഈ കപ്പയും ഏലക്കാപ്പൊടിയും പാലൂടെ അടിച്ചു കഴിയുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ തേൻ ചേർക്കുന്നുണ്ട്. ഇതിന് ഓൾറെഡി മധുരം ഉണ്ട് എങ്കിലും നമ്മൾ 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 റോബസ്റ്റ പഴവും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടെ പാല് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാൻ വളരെ കുറച്ച് പാലേ ചേർക്കുന്നുള്ളൂ. ഒരു 1/2 ഗ്ലാസ് പാലേ ചേർക്കുന്നുള്ളൂ. ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ മിൽക്ക് ഷേക്ക് നന്നായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്ലാസ്സിലോട്ട് മാറ്റാം. കറക്റ്റ് 2 ഗ്ലാസ്സിനുള്ളതുണ്ട്.
നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് സ്നാക്കിലോട്ട് പോവാം. നമ്മുടെ കപ്പ ഗ്രേറ്റ് ചെയ്തത് നമ്മൾ അതിൻ്റെ നീരൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതൊരു 3 ടേബിൾ സ്പൂണോളം ഉണ്ട്. നമുക്ക് ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കാം. ഞാൻ അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ കുറച്ച് കായപ്പൊടി, പിഞ്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് കുറച്ചേ ഉള്ളതുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് ഒക്കെ ചേർക്കുന്നത്. 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു ചെറിയ എരിവിന്. പിന്നെ കുറച്ച് കറിവേപ്പില. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും. പിന്നെ വേണ്ടത് കുറച്ചൊരു ജസ്റ്റ് ചെറുതായിട്ടൊരു ഗരം മസാലയുടെ ഫ്ലേവറൂടെ കൊടുക്കാം നമുക്ക്. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിനി നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒട്ടിയിരിക്കുന്ന പോലെ എടുക്കാവൂ. കണ്ടില്ലേ, ഞാൻ ഏകദേശം വളരെ 1-2 ടേബിൾ സ്പൂൺ വെള്ളം പോലും ചേർത്തില്ല. കണ്ടില്ലേ, അപ്പോൾ തന്നെ നമുക്ക് കണ്ടല്ലോ ഇങ്ങനൊരു ഇത് കിട്ടും. ഇതിന് നമുക്ക് കുറേശ്ശെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പ പക്കോടയ്ക്കുള്ള ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോന്ന് നുള്ളി ഇങ്ങനെ വറുത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുറച്ചെടുത്താൽ മതി. നമ്മൾ ജസ്റ്റ് കുഞ്ഞ് പക്കോട പോലെ ഇങ്ങനെ നുള്ളി എടുക്കുക, വറുത്തെടുക്കുക. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ. നമ്മുടെ പക്കോടയൊക്കെ ആയി വരുന്നുണ്ട്. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിക്കുന്നത്. കാര്യം ഇത് നമ്മുടെ കപ്പയൊക്കെ ഒന്ന് വേവണ്ടേ. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ലേ, എളുപ്പത്തിലല്ലേ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. അപ്പോൾ നമ്മുടെ പക്കോട എല്ലാം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലോട്ടാണ് മാറ്റുന്നത്. ഈ ഉള്ള എണ്ണ ആണെങ്കിൽ അങ്ങ് പോയിട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമല്ലേ. അപ്പോൾ നമ്മളൊരു ഈസി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.